നമുക്ക് ബാത്റൂമിലോട്ട് പോകാവേ. ഈ ഒരു വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പൊക്കി വെക്കും. ഞാൻ ആക്ച്വലി കാലുകൊണ്ടാണ് പൊക്കി വെക്കുന്നത്, കാരണം എനിക്കൊരു സേഫ്റ്റി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൈ വെച്ച് പിടിക്കാത്തത്. പിന്നെ നമ്മൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സീറ്റ് ടവർ ഉണ്ടല്ലോ, ഇതും കൂടെ അങ്ങ് പൊക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ സീറ്റ് ടവറിലോട്ട് ഡ്രോപ്ലെറ്റ്സ് വീഴുകയും അതുവഴി അടുത്തൊരാൾക്ക് ഭയങ്കര അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സീറ്റ് ടവർ പൊക്കി വെച്ചിട്ട് യൂറിന് പോകാവുള്ളൂ. ഗേൾസിൻ്റെ കാര്യമില്ല കേട്ടോ, ബോയ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ. ഇത് നൈസായിട്ട് അടച്ചു വെക്കണം. അടച്ച് വെക്കാൻ നമ്മൾ ഫ്ലഷ് ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് വേസ്റ്റ് ആണെങ്കിലും ആ ഒരു വേസ്റ്റ് ഉൾപ്പെടെ കുഞ്ഞു ഡ്രോപ്ലെറ്റ്സ് ഇവിടെ മൊത്തവും പാറി പറക്കും. നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ സ്പെഷ്യലായിട്ടുള്ള അപ്പാരറ്റസ് ലേസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് നല്ലോണം കാണാൻ പറ്റും. ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു പ്രായം വരെ ഇന്ന കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. എനിക്കൊരു കണ്ടന്റ് കിട്ടിയ സന്തോഷത്തിൽ നമുക്കിനി സ്വസ്ഥമായിട്ട് വെക്കേറ്റിൽ ഇരിക്കും. കഷ്ടം തന്നെ സഹോ നിന്റെ കാര്യത്തിൽ, ഇങ്ങനെ ഒരു വൃത്തിക്കാണ്ട്. ആ കക്കൂസിന്റെ ഡോറ് പോലും അവൻ കൈകൊണ്ടല്ല ഇതാക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ ആ ചവിട്ടിയ ഷൂ കൊണ്ട് തന്നെ ഇപ്പൊ റൂമിലേക്ക് പോകണം. ഭയങ്കര വൃത്തിക്ക.